ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ എന്താ വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുന്നതും പിന്നെ ക്ലീനിങ്ങും ചെടികൾ നനച്ച് കുളിക്കുന്നതും ഒക്കെയാണ് കേട്ടോ. ചെടികൾക്ക് ഒന്ന് ചളിയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ മഴക്കാലം കഴിഞ്ഞില്ലേ, അപ്പോൾ അവരെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ക്ലീനിങ്ങും പിന്നെ ഫുഡ് ഉണ്ടാക്കിയതും ഒക്കെയാണ് കേട്ടോ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ വീഡിയോ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റിലൂടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. ഈ ചെടി കണ്ടിട്ട് എല്ലാവരും പറയും നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ ഈ സൈഡിൽ വെള്ളം ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് വെക്കില്ല, അപ്പോൾ അത് വേസ്റ്റുള്ള പൈപ്പ് എടുത്ത് അതിൽ മണ്ണ് നിറച്ച് തൂക്കിയിട്ട് ഇങ്ങനെ ചെയ്താണ് കേട്ടോ. പിന്നെ അടുത്ത വീട്ടിലല്ല പണിക്കാരൊക്കെ ഉണ്ട് പുറത്ത്, അപ്പോൾ അതൊന്നും ഈ ഒരു ചെടി വെച്ചതുകൊണ്ട് ഇങ്ങോട്ട് കാണൂല. അതൊരു നല്ലൊരു ഉപകാരമാണ്. ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കാണൂല. നമ്മളവിടെ പുറത്ത് നിൽക്കുകയാണെങ്കിലൊന്നും നമ്മളെ കാണൂല. അതിനൊക്കെ നല്ലൊരു മരമായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇവിടെ ഞാൻ തൂക്കിയിട്ടിട്ട് നല്ല അടിപൊളിയാണ്. ഇങ്ങനെ കാണുമ്പോഴേ രസമുണ്ടല്ലോ, നല്ല ഭംഗിയിൽ കാണാൻ. അതുപോലെ അങ്ങനെ പൈപ്പൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി കേട്ടോ. നല്ല മറവിന് നമ്മൾ മറിച്ച് കെട്ടും വേണ്ട. ഈ ചെടി എനിക്ക് നല്ല ഉപകാരമാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ ഒന്ന് വെച്ചതാണ്. അപ്പോൾ പണിക്കാരൊക്കെ വന്നപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റമായിപ്പോൾ മാറിയിട്ടോ. എനിക്ക് നല്ല ഉപകാരമുള്ളൊരു ചെടിയായി മാറി പോലെ കേട്ടോ. വെറുതെ നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ തൂക്കിയിട്ടതായിരുന്നു. അപ്പോൾ ആൾ നല്ല കെയറിങ്, നമ്മൾ നല്ല സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഇനി കുറച്ച് അലക്കാനുണ്ട്. അലക്കിയത് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ട് വേണം വേറെ ഒന്ന് അയറ്റിടാൻ. അപ്പോൾ അതൊന്ന് എടുത്തിടട്ടെ, അതിന് വേണ്ടി കയറി പോവുകയാണ് കേട്ടോ. മേലെയാണ് വാഷിംഗ് മെഷീനും പിന്നെ അയലൊക്കെ. അപ്പോൾ അവിടെ തോരിടലും അലക്കലൊക്കെ അവിടെ കഴിയും കേട്ടോ. പുറത്ത് ഞാൻ ഇടാറില്ല. പിന്നെ മഴ ആയാലും വെയിലായാലും അവിടെ കിടന്നോളൂല്ലേ, നമ്മളെ ഇഷ്ടത്തിന് എടുത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പം അങ്ങനെ ഒരലക്കൽ കഴിഞ്ഞു കേട്ടോ. മോൻ വന്നിക്കണേ, അപ്പോൾ മോൻ്റെ ഡ്രസ്സൊക്കെയാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ടതാണ്. മോൻ എറണാകുളത്ത് പഠിക്കണമല്ലോ, അപ്പോൾ അവന് വരുമ്പോൾ ഒന്നായിട്ടുണ്ട് കൊണ്ടുവരും കേട്ടോ. വരല്ലേ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അത് ആണ്. പിന്നെ ഓപ്പൺ സിറ്റ് ഔട്ടിൽ കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. ആദ്യം അടിച്ചു വാരണം. അവിടെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേണം ചെടികളൊന്ന് കഴുകിയെടുക്കാൻ. അതിന്മേലൊക്കെ നല്ല പൊടി ഉണ്ടാവുമല്ലോ, നമ്മളെപ്പോഴും വെള്ളം അടിക്കാത്തതുകൊണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ പിന്നെ അവിടെ വെള്ളം തറയിൽ വീഴുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും വേണം. അപ്പോൾ ആദ്യം പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് വാരിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പം അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോയിട്ടോ. ഈ താഴെ അടിച്ചു വാരി തുടക്കണം. അപ്പം അങ്ങനെ കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് വെക്കുകയാണ് കേട്ടോ. ഇപ്പം ഇരുട്ടായി കിടക്കല്ലോ, അപ്പം ഇനി വെളിച്ചം വന്നോട്ടെ, പകലല്ലേ. അപ്പം അങ്ങനെ കർട്ടനൊക്കെ പൊക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കി ക്ലീൻ ചെയ്ത്. എൻ്റെ മോളതാട്ടോ ഇവിടെ ഉണ്ട്, ഒപ്പം ഉണ്ടാവും കേട്ടോ. എന്ത് പണി എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അവൾ രാവിലെ ചെടി നനക്കുമ്പോൾ പിന്നെ ഓള് എണീറ്റിട്ടില്ലായിരുന്നു. എണീറ്റപ്പോൾ പിന്നെ എന്താണ് കേട്ടോ പണി, ഒപ്പം ഉണ്ടാവും എന്ത് പണി എടുക്കുകയാണെങ്കിലും. അപ്പം അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല റെഡിയാക്കിയിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കണം. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അകത്തത്തെ പണിയൊക്കെ ഉണ്ട് കഴിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെ കറി അവിടെ വെച്ചിരുന്നു. മത്തന് തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി പപ്പടം പൊരിക്കുന്നുണ്ട്, പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഷാലു മോന് ഇന്ന് പോകും കേട്ടോ. ഇന്ന് അവനക്ക് എന്തോ ഒരു ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ഫുട്ബോളിൻ്റെ എന്തോ ആണ്. അപ്പം അതിന് ഓനക്ക് ചെല്ലാൻ പറഞ്ഞേക്കണേ. ഓന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരാമെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി ഓന് പോകാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഓനൊന്ന് യാത്ര അയക്കണം. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അവന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. മാനുവാക്കയാണ് കൊണ്ടാക്കി കൊടുക്കണത്. ഓന് ചെങ്കോട്ട് ബസ് കയറാൻ ആക്കി കൊടുക്കുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ ഓൻ അവിടുന്ന് ബസ് കയറിക്കാണ്ട് എറണാകുളത്തേക്ക് പോകും കേട്ടോ. ചെങ്കോട്ടിൽ നിന്നാണ് ബസ് കയറുക. അപ്പോൾ അങ്ങനെ അവിടെ ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഷോപ്പിങ്ങിന് പോകാൻ. കല്യാണമുണ്ട് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ. അപ്പോൾ അതിനൊന്ന് പോകണം. അപ്പോൾ അതൊന്ന് എല്ലാതും കഴിഞ്ഞിട്ട് വേണം ഒന്ന് വൈകുന്നേരം പോകാൻ. അപ്പം അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അപ്പം അങ്ങനെ പോവുകയാണ് കേട്ടോ ഞങ്ങൾ. വിശേഷങ്ങൾ കാണാം, കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം.